യൂണിറ്റ് 5 റോബോ ദി റോബോട്ട്. റോബോ എന്ന റോബോട്ട്. ഈ റോബോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ മെഷീൻ. ഒരു മെഷീൻ ആണല്ലേ. വിച്ച് ക്യാൻ ഡു സോ മെനി വർക്ക്സ് ഈസിലി. കുറേ ജോലികൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു യന്ത്രമാണ് അല്ലേ. നമുക്ക് നോക്കാട്ടോ ഇതിൽ എങ്ങനെയാന്ന്. ഇവിടെ നോക്കൂ. ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ദ ആക്ടിവിറ്റീസ് 1 to 6 ഇൻ ബിഹൈവ് എന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബിഹൈവ് ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റീസ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ബിഹൈവ് ആക്ടിവിറ്റി ബുക്ക് എല്ലാവരും എടുക്കുക കേട്ടോ. ദിസ് ഈസ് സിയ. She has a violet cap. Who is this? This is Sia. ഇതാരാണ്? This is Sia. Sia ആണ്. She has a violet cap. എന്താണ്? അവൾക്ക് violet cap ഉണ്ട് അല്ലേ. ആക്ടിവിറ്റി ഫസ്റ്റ്. Do you have a cap? Draw a cap, color the cap and describe it. നിങ്ങൾക്കൊരു ക്യാപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു ക്യാപ്പ് ഇവിടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കളർ ചെയ്തിട്ട് ക്യാപ്പിനെ കുറിച്ചിട്ട് എഴുതാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? ഹൂസ് ക്യാപ്പ് ഈസ് ദിസ്. അത് എഴുതുക കേട്ടോ. ഹൂസ് ക്യാപ്പ് ഈസ് ദിസ്? ദിസ് ഈസ് മൈ ക്യാപ്പ് എന്ന് എഴുതുക. ദെൻ വി ഹാവ് ടു റൈറ്റ് ദ കളർ ഓഫ് ദ ക്യാപ്പ്. ഇഫ് ഇറ്റ് ഈസ് റെഡ് യു റൈറ്റ് ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ. ഇഫ് ഇറ്റ് ഈസ് ബ്ലൂ യു റൈറ്റ് ഇറ്റ് ഈസ് ബ്ലൂ ഇൻ കളർ. കളറാണോ അത് എഴുതുക കേട്ടോ. ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ. അത് ചുവന്ന നിറമാണ്. അങ്ങനെ എഴുതുക കേട്ടോ. ബ്ലൂ ആണെങ്കിൽ അങ്ങനെ എഴുതുക. ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു റൈറ്റ് ഹൂ ഗേവ് ദിസ് ക്യാപ്പ്. ആരാണ് ഈ ക്യാപ്പ് തന്നത് എന്ന് കേട്ടോ. അത് അമ്മയാണെങ്കിൽ നമ്മൾ എന്താ എഴുതുക? മൈ മദർ ഗേവ് മീ ദിസ് ക്യാപ്പ്. അത് അങ്കിൾ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? മൈ അങ്കിൾ ഗേവ് മീ ദിസ് ക്യാപ്പ്. അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് എന്ത് എഴുതാം? ഐ ലൈക്ക് ദിസ് ക്യാപ്പ് വെരി മച്ച്. എനിക്ക് ഈ ക്യാപ്പ് വളരെ ഇഷ്ടമാണ് എന്ന് എഴുതാം കേട്ടോ. അപ്പൊ എന്തൊക്കെയാ എഴുതിയേ? ദിസ് ഈസ് മൈ ക്യാപ്പ്. ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ. മൈ മദർ ഗേവ് മീ ദിസ് ക്യാപ്പ്. ഐ ലൈക്ക് ദിസ് ക്യാപ്പ് വെരി മച്ച്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ്. സിയാസ് ഫ്രണ്ട്സ് സെൻഡ് ബർത്ത്ഡേ കാർഡ്സ് ടു ഹർ. പ്രിപ്പയർ എ ബർത്ത്ഡേ കാർഡ് ഫോർ സിയ. പേസ്റ്റ് ഇറ്റ് ബിലോ. സിയയുടെ ഫ്രണ്ട്സ് സിയയ്ക്ക് ബർത്ത്ഡേ കാർഡ്സ് സെൻഡ് ചെയ്തിറക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കിട്ടാറില്ലേ ബർത്ത്ഡേ കാർഡ്സ്? അപ്പോൾ ബർത്ത്ഡേ കാർഡ് എങ്ങനെ ഉണ്ടായിരിക്കുക എന്നറിയാലോ. കുറേ പിക്ചേഴ്സൊക്കെ കൊടുത്ത് അല്ലേ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തും കൊണ്ടുള്ള ഒരു കാർഡായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ബർത്ത്ഡേ കാർഡ് പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക കേട്ടോ, ഒട്ടിക്കുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 നോക്കൂ. സിയ ഗോട്ട് മെനി ഗിഫ്റ്റ്സ് ഓൺ ഹെർ ബർത്ത്ഡേ. സിയാസ് അങ്കിൾ ഗേവ് ഹെർ എ സ്പെഷ്യൽ ഗിഫ്റ്റ്. എന്താണ്? സിയയ്ക്ക് കുറേ ഗിഫ്റ്റ്സ് കിട്ടി അവളുടെ പിറന്നാളിന്. സിയയുടെ അങ്കിൾ അവൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. ലുക്ക് ഹിയർ ഈസ് ദാറ്റ് സ്പെഷ്യൽ ഗിഫ്റ്റ്. കണ്ടോ നിങ്ങൾ? വാട്ട് വാസ് ദാറ്റ് സ്പെഷ്യൽ ഗിഫ്റ്റ്? എന്താണ് ആ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ഫൈൻഡ് ഇറ്റ് യൂസിങ് എ മിറർ. ഒരു കണ്ണാടി ഉപയോഗിച്ച് അത് കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കണ്ണാടിയിൽ ഇവിടെ കുറഞ്ഞു വെച്ച് നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റൂ കേട്ടോ. സിയാസ് അങ്കിൾ ഗേവ് ഹെർ എന്താ? അത് റോബോട്ട് ആണ്. ROBOT. ആക്ടിവിറ്റി 4 മേക്ക് എ റോബോട്ട് യൂസിങ് മാച്ച് ബോക്സസ്. അതായത് തീപ്പെട്ടികൾ കൊണ്ട് ഒരു റോബോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതുപോലെ പിക്ചർ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കേട്ടോ. അതുപോലെ ഉണ്ടാക്കുക. ആക്ടിവിറ്റി 5 ഹാവ് യു മെയ്ഡ് എ റോബോട്ട് വിത്ത് മാച്ച് ബോക്സസ്. ഡ്രോ ഇറ്റ്സ് പിക്ചർ ബിലോ. അതായത് നിങ്ങൾ മാച്ച് ബോക്സസ് കൊണ്ട് തീപ്പെട്ടികൾ കൊണ്ട് റോബോട്ട് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അതിൻ്റെ പിക്ചർ ഇവിടെ വരച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാണോ ഉണ്ടാക്കിയത് അതിൻ്റെ പിക്ചർ ഇവിടെ വരച്ചു കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 6 ആണ്. ഡിസ്ക്രൈബ് റോബോ ദി റോബോട്ട്. റോബോ ദി റോബോട്ടിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഫസ്റ്റ് സെന്റൻസ്? ദിസ് ഈസ് റോബോ. എന്താണ്? റോബോ എന്ന റോബോട്ടാണ് അല്ലേ. ദിസ് ഈസ് റോബോ ദ റോബോട്ട്. സിയാസ് അങ്കിൾ പ്രസന്റഡ് റോബോ ഓൺ ഹെർ ബർത്ത്ഡേ. സിയയുടെ പിറന്നാളിന് സിയയുടെ അങ്കിളാണ് റോബോനെ സമ്മാനിച്ചത്. റോബോ ഈസ് സിയാസ് ബെസ്റ്റ് ഫ്രണ്ട്. റോബോ എന്ന് പറയുന്നത് സിയയുടെ സുഹൃത്താണ്. റോബോ ഹാസ് 2 legs. റോബോയ്ക്ക് 2 കാലുകളുണ്ട്. റോബോ ഹാസ് പറഞ്ഞിട്ട് നമുക്ക് ഫിൽ ചെയ്യണം. നമുക്ക് എന്തൊക്കെ എഴുതാം? റോബോ ഹാസ് 2 hands. റോബോ ഹാസ് 2 eyes. അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. There is a screen. ഒരു സ്ക്രീൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാ? ഓൺ ഹിസ് ചെസ്റ്റ്. അവൻ്റെ ചെസ്റ്റിൽ അവൻ്റെ നെഞ്ചിൽ ഒരു സ്ക്രീൻ ഉണ്ട് എന്ന് എഴുതാം. 2 സെന്റൻസസ് എഴുതണം കേട്ടോ. എന്ത് എഴുതാം? റോബോ ഹാസ് 2 antenna ഓൺ ഹിസ് ഹെഡ്. എൻ്റെ തലയിൽ 2 ആൻറ്റിനാസ് ഉണ്ട് എന്ന് നമുക്ക് എഴുതാം. ദെൻ റോബോ ക്യാൻ ഡു സോ മെനി വർക്ക്സ് ഈസിലി എന്ന് എഴുതാം കേട്ടോ. റോബോയ്ക്ക് ധാരാളം ജോലികൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും എന്ന് എഴുതാം കേട്ടോ. നമ്മൾ യൂണിറ്റിലോട്ട് കിടക്കാൻ പോവാണ് കേട്ടോ. ലുക്ക് അറ്റ് ദ പിക്ചർ. ഹിയർ വി ക്യാൻ സീ എ ഹൗസ്. ദെൻ ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് ഹൗസ് ദർ ഈസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ വിത്ത് ലോട്ട്സ് ഓഫ് ഫ്ലവേഴ്സ് അല്ലേ. പിക്ചറിൽ നമുക്കൊരു ഹൗസ് കാണാം. ദെൻ
ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് ഹൗസ്, ആ ഹൗസിന്റെ മുന്നിൽ ഒരു നല്ല ചന്തമുള്ള പൂന്തോട്ടം ഉണ്ട് അല്ലേ. വി ക്യാൻ സീ സിയ ആൻഡ് റോബോ. ദെൻ വാട്ട് ആർ ദേ ഡൂയിങ് ഇൻ ദ ഗാർഡൻ? എന്താണ് അവരവിടെ ചെയ്യുന്നത്? ദേ ആർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. ദെൻ ഹൂ ഈസ് വാച്ചിങ് ദം ഫ്രം ഹോം? വീട്ടിൽ നിന്ന് ആരോ ഒരാൾ നോക്കുന്നുണ്ട് അല്ലേ അവരെന്നെ. നമുക്ക് ആരാന്ന് കാണാം അല്ലേ. സിയ ആൻഡ് റോബോ വർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. സിയയും റോബോയും പൂന്തോട്ടത്തിൽ കളിക്കുകയായിരുന്നു. സിയ വേർ ആർ യു? മദർ കോൾ. എന്താണ്? അമ്മ വിളിച്ച് ചോദിക്കുകയാണ് അല്ലേ. സിയ നീ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. ഹൂ ഈസ് വാച്ചിങ് ദം ഫ്രം ഹോം? ആരാണ് അവരെന്നെ വാച്ച് ചെയ്യുന്നത്? സിയാസ് മോം ഈസ് വാച്ചിങ് ദം. ഐ ആം വിത്ത് റോബോ അമ്മ, ഷീ റിപ്ലൈഡ്. എന്താ സിയ പറയുന്നത്? ഞാൻ റോബോന്റെ കൂടെയാണ് അമ്മേ എന്ന് പറയാണ് അല്ലേ. കം ഹിയർ ഡിയർ, മദർ സെഡ്. അപ്പൊ അമ്മ പറയാണ് ഇങ്ങോട്ട് വരൂ മോളെ എന്ന് പറയാണ് അല്ലേ. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഹു ഈസ് റോബോ? ആരാണ് റോബോ? റോബോ ഈസ് എ റോബോട്ട്. വൈ ഡിഡ് മദർ കോൾ സിയ? എന്തിനാണ് അമ്മ സിയനെ വിളിച്ചത് എന്നല്ലേ. നമുക്ക് നോക്കാം കേട്ടോ എന്തിനാ വിളിച്ചതെന്ന്. Activity 7. Write the conversation between Sia and her mother. സിയയും മദറും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. സിയ വാട്ട് ആർ യു ഡൂയിങ് ദ? എന്താ അമ്മ ചോദിക്കുന്നത്? എന്താ നീ അവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുക അല്ലേ. സിയ വാട്ട് ആർ യു ഡൂയിങ് ദ? നീ എന്താണ് അവിടെ ചെയ്യുന്നത്? അപ്പൊ എന്തായിരിക്കും സിയ മറുപടി പറയാ? ഐ ആം പ്ലേയിങ് വിത്ത് റോബോ എന്നായിരിക്കും അല്ലേ. ഞാൻ റോബോന്റെ കൂടെ കളിക്കുകയാണ് എന്നാണ്. അങ്ങനെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. Where is Sia and Robo now? They are inside the home അല്ലേ. വീടിൻ്റെ ഉള്ളിലാണ് അല്ലേ. സിയ ആൻഡ് മോം ആർ സെർച്ചിങ് സംതിങ്. വാട്ട് ആർ ദേ സെർച്ചിങ് ഫോർ? സിയയും അമ്മയും എന്തോന്ന് തിരയുന്നുണ്ട് അല്ലേ. എന്താണ് അവർ തിരയുന്നത്? നമുക്ക് നോക്കാം അല്ലേ. ലെറ്റ്സ് സീ. സിയ ഡിഡ് യു സീ ദ കീ? മദർ ആസ്ക്. അമ്മ ചോദിക്കുന്നത് എന്താ? നീ കീ കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താണ് അവർ സെർച്ച് ചെയ്യുന്നത്? വാട്ട് ആർ ദേ സെർച്ചിങ് ഫോർ? ദേ ആർ സെർച്ചിങ് ഫോർ കീ. ദെൻ വിച്ച് കീ? ഏത് കീയാ? നമുക്ക് നോക്കാം കേട്ടോ. ദ കീ ഓഫ് അവർ ഷെൽഫ്. മൈ പേഴ്സ് ഈസ് ഇൻസൈഡ് ഇറ്റ്. അപ്പൊ സിയ ചോദിക്കുകയാണ് എന്ത്? വിച്ച് കീ? ഏത് കീ? അപ്പൊ ഏത് കീ ആണ്? ദ കീ ഓഫ് അവർ ഷെൽഫ്. അമ്മ പറയാണ് അല്ലേ. മൈ പേഴ്സ് ഈസ് ഇൻസൈഡ് ഇറ്റ്. എന്റെ പേഴ്സ് അതിന്റെ ഉള്ളിലാണ് എന്ന് പറയാണ്. വിച്ച് കീ വാസ് ദേ ലുക്കിംഗ് ഫോർ? ദേ ആർ സെർച്ചിങ് ഫോർ കീ ഓഫ് ദെയർ ഷെൽഫ്. അവരുടെ ഷെൽഫിന്റെ കീ ആണ് അല്ലേ സെർച്ച് ചെയ്യുന്നത്. വാട്ട് വാസ് ഇൻസൈഡ് ദ ഷെൽഫ്? എന്താണ് ഷെൽഫിന്റെ ഉള്ളിലുള്ളത്? സിയാസ് മോംസ് പേഴ്സ് വാസ് ഇൻസൈഡ് ദ ഷെൽഫ്. അപ്പൊ എന്താണ് സിയ റിപ്ലൈ ചെയ്യാൻ നോക്കൂ. ഐ ഡിഡ്ന്റ് സീ ഇറ്റ് സെഡ് സിയ. ഞാൻ അത് കണ്ടിട്ടില്ല എന്ന് പറയുകയാണല്ലേ സിയ. They searched everywhere but they couldn't find it. അവരെല്ലായിടത്തും തെരഞ്ഞു കേട്ടോ, പക്ഷെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. Where will be the key? Will they find the key? 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എവിടെയാണ് കീ? അവര് കീ കണ്ടെത്തുവോന്ന് കേട്ടോ. നമുക്ക് നോക്കാം അല്ലേ. കീ കണ്ടെത്തുവോന്ന്, എവിടെയാണ് കീ എന്നൊക്കെ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 8 കേട്ടോ. ആഡ് മോർ ലൈൻസ് ആണ്. Where is the key? Is it on the table? No dear, no dear, not on the table. അപ്പൊ എവിടെയാണ് കീ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ടേബിളിലാണോ? ഈസ് ഇറ്റ് ഓൺ ദ ടേബിൾ? അത് ടേബിളിലാണോ? അപ്പൊ എന്താ പറയുന്നത്? നോ ഡിയർ, നോ ഡിയർ, അല്ല അല്ല. നോട്ട് ഓൺ ദ ടേബിൾ, ടേബിളിന്റെ മുകളിലല്ല എന്ന് പറയുകയാണ് അല്ലേ. നെക്സ്റ്റ് നോക്കൂ ലൈൻസ്. വേർ ഈസ് ദ കീ? ഈസ് ഇറ്റ് ഇൻ ദ ബോക്സ്? നോ ഡിയർ, നോ ഡിയർ, നോട്ട് ഇൻ ദ ബോക്സ്. എവിടെയാണ് കീ? ഈസ് ഇറ്റ് ഇൻ ദ ബോക്സ് എന്ന് ചോദിക്കുകയാണ്. അത് ബോക്സിന്റെ ഉള്ളിലാണോ? ഇൻ ദ ബോക്സ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അല്ലേ. നോ ഡിയർ, നോ ഡിയർ, നോട്ട് ഇൻ ദ ബോക്സ്. അല്ല അല്ല, എവിടെയല്ല? ബോക്സിന്റെ ഉള്ളിലല്ല എന്ന് പറയുന്നു അല്ലേ. ഇനി അടുത്ത ലൈൻസ് നോക്കൂ. വേർ ഈസ് ദ കീ എന്ന് തന്നിട്ടുണ്ട്. ഈസ് ഇറ്റ് പിന്നെ ക്വസ്റ്റ്യൻ മാർക്കാണ്. എങ്ങനെ എഴുതാം? ഈസ് ഇറ്റ് ഇൻ ദ ബാഗ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈസ് ഇറ്റ് അണ്ടർ ദ ബെഡ് എന്നൊക്കെ എഴുതാം കേട്ടോ. ഈസ് ഇറ്റ് ഇൻ ദ ബാഗ് എന്ന് പറഞ്ഞാൽ ബാഗിന്റെ ഉള്ളിലാണോ എന്ന്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? ഈസ് ഇറ്റ് ഇൻ ദ ബാഗ് എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ നോ ഡിയർ, നോ ഡിയർ, നോട്ട് ഇൻ ദ ബാഗ് എന്ന് എഴുതണം കേട്ടോ. ഇനി ഈസ് ഇറ്റ് അണ്ടർ ദ ബെഡ് എന്നാണെങ്കിൽ ബെഡിന്റെ അടിയിലാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? നോ ഡിയർ, നോ ഡിയർ, നോട്ട് അണ്ടർ ദ ബെഡ് അങ്ങനെ എഴുതണം കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.